ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി നമ്മുടെ നെക്സ്റ്റ് എക്സാമിനെ പറ്റി ഒക്കെ അറിഞ്ഞു കാണും. അപ്പോൾ +1 +2നോടൊപ്പം തന്നെ നിങ്ങൾക്ക് നീറ്റ് ജെഇ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷൻസുമാണ് നമ്മുടെ സൈലം സ്കൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൈലം സ്കൂളിൽ ഫുൾ സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള എക്സാം ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം എന്നുള്ളത്. അപ്പോൾ ഇതാ വരുന്ന ഓഗസ്റ്റ് 18ാം തീയതി നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു സിലബസ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ മാർക്ക് നേടിയാൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ സൈലം സ്കൂളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാം ഉണ്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ നീറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, അതായത് ഒരു ഡോക്ടർ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നേരെ മറിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡ് ജെഇ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നീറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബയോളജിയിൽ പ്രധാനമായിട്ടും നമ്മുടെ 10th കോൺസെപ്റ്റുകൾ, അതിൻ്റെ കൂടെ തന്നെ 9th 8th സിലബസ് ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് മിസ് പറഞ്ഞു തരാം. അപ്പോൾ ബയോളജിയിൽ നമ്മുടെ സെൻസ് ഓർഗൻസ്, ഐസ്, ഇയേഴ്സ്, അതുപോലെ അതിൻ്റെ പാർട്ട്, സ്ട്രക്ചർ, പിന്നെ ഫങ്ഷൻസ് എല്ലാം പഠിക്കണം. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതുപോലെ ഫങ്ഷൻ, പിന്നെ ബ്രെയിൻ, അതിൻ്റെ പാർട്സ്, ഫങ്ഷൻ, പിന്നെ ഫോട്ടോസിന്തസിസ്, ലൈറ്റ് റിയാക്ഷൻ, അതുപോലെ ഡാർക്ക് റിയാക്ഷൻ, പിന്നെ റെസ്പിറേഷൻ വരുമ്പോൾ അവിടെ എയറോബിക്, അനേറോബിക് റെസ്പിറേഷൻ, ഗ്ലൈക്കോളിസിസ്, പിന്നെ ക്രെബ്സ് സൈക്കിൾ, ആ പ്രോസസ്സ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ സെല്ലിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി 8th 9th ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സെൽ ഓർഗനൽസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺഡ്രിയ, റൈബോസോം, ലൈസോസോം, അങ്ങനെ എല്ലാ ഈ ഒരു ഓർഗനൽസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ച സിലബസിൽ തന്നെ ഉള്ളതാണ്. പിന്നെ നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ല്, യൂകാരിയോട്ടിക് സെല്ല്, അതിൻ്റെ ഡിഫറൻസസ്, അവരുടെ മെയിൻ ഫീച്ചേഴ്സ് പഠിക്കണം. കൂടെ എക്കോസിസ്റ്റം, അവിടെ നമ്മൾ ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ഇക്കോളജിക്കൽ റിയാക്ഷൻസ്, ഇൻ്ററാക്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള വാട്ടർ, എയർ, സോയിൽ പൊല്യൂഷൻസ്, പിന്നെ സൗണ്ട് പൊല്യൂഷൻ, ഓസോൺ ലെയർ, ഈ തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും. അപ്പം മിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി 8th 9th 10th ബേസ് ചെയ്ത് പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം നല്ലവണ്ണം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നല്ല ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ മാർക്ക് നേടാൻ പറ്റുന്ന കുട്ടികളെയാണ് നമ്മുടെ സ്കൂളിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യ ഒരു റാങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള ഹാർഡ് വർക്ക് തുടങ്ങിക്കൊള്ളുക. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ടും സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്.